ഇനി എന്തിനാണ് ഈ ഭരണം തുടരേണ്ടതെന്നൊരു ചോദ്യം വരുന്നു. എന്ത് ആവശ്യത്തിനാണ്? അത് എന്തെങ്കിലും റീസൺ നമ്മുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. ഇന്ന് ചെയ്യുന്ന സൗകര്യങ്ങൾ, ഇന്ന് ഉണ്ടാക്കുന്ന സൗകര്യങ്ങൾ പോരാ എന്നുള്ള അഭിപ്രായം ആർക്കും തന്നെ ഇല്ലാത്തിടത്തോളം പിന്നെന്തിനാണ് ഒരു പുതിയ മാറ്റം നമ്മുടെ മുന്നിൽ വെച്ചു നീട്ടുന്നത്? LDF അല്ല, വേറൊരു വലതുപക്ഷ വൽക്കരണമാണ് കേരളത്തിന് നല്ലത് എന്ന് പറഞ്ഞ കുറച്ച് അഴിമതിയൊക്കെ ഉള്ളൊരു രാജ്യത്ത് ജീവിക്കാൻ ഇഷ്ടം എന്നുള്ളതാണോ? അതാണോ കാര്യം? കേരളത്തിലെ അനുദിനം നമ്മളിങ്ങനെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ തരത്തിൽ. ഇന്ന് രാവിലെ നമ്മൾ ഈ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിന്റെ ഉദ്ഘാടനത്തെ കുറിച്ചുള്ള ഒരു വിവരമാണ് കിട്ടണത്. അതേസമയം ഞങ്ങള് നാടക പ്രവർത്തകരാണ്. പലപ്പോഴും കേരളം വിട്ടു പോകേണ്ടി വരും. ബീഹാർ പോലുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെ ഈ ബൈക്കൊക്കെ ഓടിക്കുന്നത് റോട്ടിൽ കൂടെ അല്ല. റോഡ് എന്ന് പറയാൻ പറ്റാത്ത സ്ഥലങ്ങളെ നമ്മൾ റോഡായിട്ട് കണക്കാക്കി വാഹനം ഓടിക്കേണ്ട അവസ്ഥയാണ്. ഒരു വാഹനത്തില് എവിടെയൊക്കെ കയറാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട് കേരളീയർക്ക്. പക്ഷേ പുറത്തു പോകുമ്പോൾ ഇതൊന്നല്ല സ്ഥിതി. അതിന്റെ നമ്മള് അതുവരെ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അത്രമാത്രം അധികം ആളുകൾ ഇതിന്റെ ഓരോ ഇഞ്ച് സ്ഥലവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രകൾ നമ്മൾ കണ്ടുവരുന്നു. അതുപോലെ തന്നെ ഈ പൊതുവിതരണ കേന്ദ്രം എന്നൊക്കെ പറയുന്ന സംഗതി നമ്മളിവിടെ നമുക്ക് പറ്റുമ്പോൾ പോയി വാങ്ങിക്കാവുന്ന വിധത്തിൽ അതിന് കൃത്യമായൊരു സമയക്രമവും എല്ലാ ദിവസവും തുറക്കുന്ന രീതിയും അവധി ദിവസങ്ങളിൽ അത് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള രീതിയൊക്കെ ഇവിടെ നിലവിലുണ്ട്. പക്ഷേ ഇത് ഉത്തരേന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ചെന്ന് നോക്കുമ്പോൾ കാണാൻ എന്താ അറിയൂ, ഒരു 6 കിലോമീറ്റർ ഒക്കെ നടന്നിട്ടൊക്കെയാണ് ഓരോരുത്തർ പോയിട്ട് ഈ പൊതുവിതരണ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ പറയും ഇന്നല്ല ഇത് തുറക്കുന്ന ദിവസം, അത് വേറൊരു ദിവസമായിരിക്കും, മടങ്ങിപ്പോരും, വീണ്ടും പോയി നമുക്ക് ആവശ്യമുള്ള സംഗതികൾ ചിലപ്പോൾ ഇല്ല എന്ന് പറയും. ഇതൊക്കെ ഒരു സാധാരണ നിയമമായിട്ട് അവിടെ നിലനിൽക്കണം. പല സംസ്ഥാനങ്ങളിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം അതുപോലെ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ അത് നമ്മള് പ്രൈവറ്റ് മേഖലയിലുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വളരെ ഹൈടെക് ആയിട്ടുള്ളൊരു സ്വഭാവത്തിൽ ഇത് വരികയാണ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ സ്വന്തം തന്നെ ഒരു അനുഭവം ഉണ്ട്. ഒരു മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഡെന്റൽ കോളേജിൽ ഒരു ദിവസം പോയി. ഡെന്റൽ കോളേജിൽ പോയി. അതിനു മുമ്പ് ഈ നമ്മൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ഇതിന് എത്ര ചെലവ് വരും, പല്ല് എടുക്കണം, വെക്കണം, അതുപോലെ ക്ലീൻ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ റേറ്റ് ചോദിക്കുമ്പോൾ ഏകദേശം 20,000 റുപ്പീസ് ചെലവ് വരുന്ന ഒരു പരിപാടിക്ക് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 രൂപ അടയ്ക്കൂ, നിങ്ങൾ പിന്നോക്ക ഇതിൽ പെട്ടതല്ലല്ലോ, കാർഡ് നിങ്ങളുടെ വെള്ളക്കാർഡ് ആണെങ്കിൽ മാത്രമാണ് ഈ പൈസ അടയ്ക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ നമ്മളിത് അടയ്ക്കേണ്ടതില്ല. അപ്പോൾ 50 രൂപ അല്ലെങ്കിൽ 100 രൂപയൊക്കെ അടച്ചിട്ട് നടക്കാവുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പല്ലിനെ സംബന്ധിച്ചോ. അപ്പൊ ആ ആശുപത്രിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറയണതെന്ന് വെച്ചാൽ ഇത് നമ്മൾ അതിനു മുമ്പ് കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു സ്ഥാപനത്തെ കുറിച്ച്. അപ്പൊ ചോദിച്ചപ്പോൾ പറയണത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഡെന്റൽ കോളേജായിട്ട് മാറാൻ പോകുന്ന ഒരു സ്ഥാപനമാണിത്. അതിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഈ ഡെന്റൽ വിഭാഗത്തിൽ 9 ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു പുതിയ അറിവാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മളൊരു ക്ലിനിക്കിൽ പോകുന്നു, അത്യാവശ്യം കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. പല്ലെടുക്കലും വെക്കലും എല്ലാം ഒരേ ആള് തന്നെ നമുക്ക് ചെയ്തത്. അതൊന്നല്ല, വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിൽ പോയി അതിസൂക്ഷ്മമായി പരിശോധിച്ച് ഇതിന് വേറെ എന്തെങ്കിലും കുഴപ്പങ്ങൾ, അങ്ങനെയൊക്കെ രീതി ആരോഗ്യ രംഗത്ത് ഇത് നേരിട്ട് അനുഭവിച്ചൊരു സംഗതിയാണ്. ബാക്കിയുള്ളവർ പറഞ്ഞു ഈ അവയവദാന ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നു, അതുപോലെ അനുദിനം ഓരോ പുതിയ നമുക്ക് ഇതുവരെ ഇല്ലാത്ത ചില സംഗതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ടൊരു സ്വപ്നതുല്യം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ പുറത്തിറങ്ങിയാൽ കേരളത്തെ കാണാനായിട്ട് നമുക്ക് ഇപ്പൊ കഴിയുന്നുണ്ട്. ഇത് പുറത്തു പോയാൽ നമുക്കിത് കിട്ടാത്ത ഒരു സ്ഥിതിയുമുണ്ട്. പിന്നെ മറ്റൊന്നുമില്ലെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഇങ്ങനെ തന്നെയാണോ ഈ ഭരണം പോകേണ്ടത്, അങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ ഉയർന്നു കാണുന്നുണ്ട്. ഇത് തന്നെയാണോ നമുക്ക് ആവശ്യം, ഇതിൽ കവിഞ്ഞ് നമ്മുടെ സ്വപ്നങ്ങളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വലിയ വികസനം നമ്മുടെ കൺമുന്നിൽ കാണുന്നത് നമുക്ക് ശരിവെക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ വിഴിഞ്ഞം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ കേരളീയരുടെ മനസ്സിലൊരു ചിത്രം തെളിയുന്നുണ്ട് കേരള സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്. അതുപോലെയാണ് ഇപ്പൊ അവയവദാന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു റിസൾട്ട് വളരെ പെട്ടെന്ന് ഭരണാധികാരികൾ അത് നമ്മുടെ കൺമുന്നിലേക്ക്
വെച്ചു തരുന്നു, ഒരു തരത്തിൽ വിമർശനം സാധ്യമല്ലാത്ത വിധത്തിൽ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഇനി എന്തിനാണ് ഈ ഭരണം തുടരേണ്ടതെന്നൊരു ചോദ്യം വരുന്നു. കാരണം വെച്ചാൽ ഇനി വേറെ കൂട്ടി വരട്ടെ, ഇവരൊക്കെ വന്ന് ഇനി നിലനിന്നാൽ എന്താ ഉണ്ടാവുക എന്നൊരു ചോദ്യം വരും. എന്തിനാണ് ഈ വേറൊരു കൂട്ടർ വരുന്നതെന്ന് പറയണം ആദ്യം തന്നെ. എന്ത് ആവശ്യത്തിനാണ് അത്? വിഴിഞ്ഞം തുറമുഖം പോലുള്ള നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് വളർന്ന് വികസിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതുപോലെയാണ് എല്ലാ കാര്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, അപ്പൊ നമുക്ക് ഭക്ഷണത്തിന്, നമുക്ക് പാർപ്പിടത്തിന്, ഇതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട സംഗതി. ഭക്ഷണം വേണം, പാർപ്പിടം വേണം, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. ഈ മേഖലകളിലൊക്കെ വളരെ വിസ്തരിച്ച് വളരെ മൈന്യൂട്ടായി പോയിന്റുകളിൽ ചെന്ന് ചേരുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെ അത് ഇപ്പൊ ഈയിടെ മണിശങ്കരയ്യരോടെ വന്ന് പറഞ്ഞ് അതുകൂടി വെച്ച് നോക്കുമ്പോ അത് അവരുടെ ഉത്തരേന്ത്യ അനുഭവം വെച്ചിട്ടാണ് അവരിവിടെ വന്ന് ഇതാണ് കേമം എന്ന് പറയേണ്ടി വരികയാണ്, അറിയാതെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അറിയാതെ പോലും ആളുകൾ കേരളത്തിൽ സഞ്ചരിച്ചാൽ കാണുന്ന കാഴ്ചകൾ ആന്തരികമായി നമ്മുടെ ഈ എന്താ പറയാ ഈ ഭൂമിയെ വളരെ ഫലപ്രദമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് എന്നുള്ളത് കൊണ്ട് അപ്പൊ ഈ രീതി തുടരല് വേണ്ടേ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ തുടരേണ്ടതില്ല എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും റീസൺ നമ്മുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. നിലവിലുള്ളത് കാര്യം ചെയ്ത് തെറ്റാണ്. ഇവിടെ റോഡ് ഇത്രയും വീതിയിൽ പണിയേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ കേരളയിൽ വേണ്ട എന്ന് പറയുന്നുണ്ട്. കേരളയിൽ വേണ്ട എന്ന് പറയുന്നത് യാത്രാ സൗകര്യം വേണ്ട എന്ന് പറയുന്നില്ല. അതെന്താ തമാശ? യാത്രാ സൗകര്യം നമുക്ക് വേണമോ വേണ്ടയോ, അത് വേണം. പക്ഷെ അത് നിങ്ങൾ ചെയ്താലുള്ള കുഴപ്പം അത്രയേ ഉള്ളൂ. ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ ഇന്ന് ചെയ്യുന്ന സൗകര്യങ്ങൾ, ഇന്ന് ഉണ്ടാക്കുന്ന സൗകര്യങ്ങൾ പോരാ എന്നുള്ള അഭിപ്രായം ആർക്കും തന്നെ ഇല്ലാത്തിടത്തോളം പിന്നെന്തിനാണ് ഒരു പുതിയ മാറ്റം നമ്മുടെ മുന്നിൽ വെച്ച് നീട്ടുന്നത്? LDF അല്ല, വേറൊരു വലതുപക്ഷ വൽക്കരണമാണ് കേരളത്തിന് നല്ലത് എന്ന് പറഞ്ഞാൽ കുറച്ച് അഴിമതിയൊക്കെ ഉള്ളൊരു രാജ്യത്ത് ജീവിക്കാണ് ഇഷ്ടം എന്നുള്ളതാണോ? അതാണോ കാര്യം? അത് കുറച്ചൊക്കെ അഴിമതി ചെയ്ത് കുറച്ചൊക്കെ വേറെ രീതി എന്റെ അവനവനിസത്തിന് ഇത്തിരി പ്രാധാന്യം കൊടുത്ത് സ്വാർത്ഥതയ്ക്ക് കുറച്ച് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ചിലപ്പോൾ അതാവാം. ചില വിഭാഗ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും കിട്ടുന്ന സൗകര്യം ആണ് എനിക്ക് കിട്ടുന്നത്, എനിക്കത് വേണ്ട, എനിക്ക് പ്രത്യേകമായി സൗകര്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാവും ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കണെന്നാണ് എന്റെ ഒരു തോന്നല്. എന്തായാലും ഇത് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വിസ്മയങ്ങളുടെ ഒരു കാലാണിത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എടുത്താലും ഇപ്പൊ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിലൊക്കെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. വേറെ എവിടെ ഇല്ല. ഇന്ത്യയുടെ ഏത് ഭാഗത്ത് പോയാലും ഇങ്ങനൊരു സംവിധാനം ഇല്ലാത്ത അവസരം, അഥവാ ഉണ്ടെങ്കിൽ തന്നെ വീട് പണിയാൻ സർക്കാർ ഇത്ര പൈസ അടിച്ചു, അതിന്റെ പകുതിയൊക്കെ തട്ടിയെടുക്കുന്ന രീതിയിലേക്ക്, എന്നിട്ടും വീട് കിട്ടാത്ത രീതിയിലേക്കൊക്കെ പോകുന്ന വാർത്തകൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞു വരുമ്പോ ഈ റേഷൻ പോലുള്ള സംഗതികള് അതിന്റെ വിപുലീകൃതമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്നുവെച്ചാൽ എല്ലാ സാധനങ്ങളും ഈ സർക്കാർ സ്ഥാപനങ്ങളിലൂടെ ലഭ്യമാക്കുന്ന ഒരു രീതി വരാൻ പോകുന്നു എന്ന് പറയുമ്പോ, അത് പ്രാഥമികമായി നടപ്പിലാക്കി തുടങ്ങി എന്ന് പറയുമ്പോ, ഇത് നമുക്ക് വിഭാവനം ചെയ്യാൻ, സാധാരണ ജനത്തിന് വിഭാവനം ചെയ്യാൻ കഴിയാത്തുള്ള സൗകര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പിന്നെ അങ്ങനെ വരുമ്പോ നമ്മളിതില് തൃപ്തരാണ്.